ഹലോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനിത് എവിടെയാണ്. ഞാനിപ്പോൾ ഉള്ളത് ഒരു ക്യാമ്പിംഗ് സൈറ്റിലാണ്. ഞങ്ങൾ ബോണക്കോലാണ്. ജൂലൈ 13 ബോണക്കോ പ്രൊവിൻഷ്യൽ പാർക്കിലേക്ക് ഞങ്ങൾ ക്യാമ്പിങ്ങിന് പോയത്. ഓട്ടോയിൽ നിന്ന് ഏകദേശം 2.5 മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ അവിടെ എത്താം. 1 ഡേ നൈറ്റും ഡേയും സ്റ്റേ ചെയ്യാൻ അറൗണ്ട് 45 മുതൽ 60 കനേഡിയൻ ഡോളേഴ്സ് വരെയാണ് അവിടെ ബുക്കിംഗ് ഫീസ് ഉണ്ടായിരുന്നത്. മോർ ദാൻ 20,000 ഏക്കർ ഓഫ് സ്ഥലത്താണ് ബോണക്കോ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ബോണക്കോയെ ഏറ്റവും പ്രശസ്തമാക്കുന്നത് അവിടുത്തെ മസിനോ റോക്ക് എന്ന ഭീമൻ പാറയാണ്. ഏകദേശം 100 മീറ്റർ ഉയരമുള്ള ഈ പാറ കാനഡയിലെ ഏറ്റവും വലിയ ദൃശ്യമായ റോക്ക് ഫേസുകളിൽ ഒന്നാണ്. മസിനോ ലേക്കാണ് ഈ പാർക്കിൻ്റെ വേറൊരു ആകർഷണം. ഏകദേശം 21 കിലോമീറ്റേഴ്സ് നീളമുള്ള ഈ തടാകം ഒൻറ്റാറിയോയിലെ തന്നെ ഏറ്റവും ആഴമുള്ള തടാകങ്ങളിൽ ഒന്നാണ്. പരമാവധി 145 മീറ്റർ ആഴമുള്ള ഈ തടാകത്തിലെ വെള്ളം ഭയങ്കര തെളിഞ്ഞതും നീല നിറത്തിലുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ കയാക്കിംഗ്, കനോയിങ്, പാഡിൽ ബോർഡിംഗ്, നീന്തൽ എന്നിവയ്ക്കൊക്കെ ഏറ്റവും അനുയോജ്യമായ സ്ഥലങ്ങളിലൊന്നായിട്ടാണ് ബോണക്കോ അറിയപ്പെടുന്നത്. ക്യാമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഓരോ സൈറ്റിനും ഓരോ നമ്പേഴ്സ് ഉണ്ട്. ഞങ്ങൾക്ക് ലഭിച്ചത് ക്യാമ്പ് സൈറ്റ് 455 ആയിരുന്നു. ടെൻറ്റ് സെറ്റ് ചെയ്യാനുള്ള നല്ല വിശാലമായ സ്ഥലവും ചുറ്റും നല്ല ഉയരമുള്ള മരങ്ങളും നിറഞ്ഞതായിരുന്നു ഞങ്ങളുടെ ക്യാമ്പ് സൈറ്റ്. ക്യാമ്പ് സൈറ്റിലെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഒരു പിറ്റ് ടോയ്ലറ്റും പിന്നെ കുറച്ച് അടുത്ത് തന്നെയായിട്ട് തന്നെ കംഫർട്ട് സ്റ്റേഷനും ഉണ്ടായിരുന്നു. കംഫർട്ട് സ്റ്റേഷനിൽ നമുക്ക് വാഷ്റൂം, ഷവർ, നമ്മുടെ ഡ്രസ്സ് കഴുകാനുള്ള സൗകര്യങ്ങൾ അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. ഇത്തരം പാർക്കുകളിലെ ക്യാമ്പ് സൈറ്റ്സൊക്കെ 2ആയി തരംതിരിച്ചിട്ടുണ്ട്. ഒരെണ്ണം ഇലക്ട്രിസിറ്റി ഉള്ളവ, ഒരെണ്ണം ഇലക്ട്രിസിറ്റി ഇല്ലാത്തവ. ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഇലക്ട്രിസിറ്റി ഇല്ലാത്തതായിരുന്നു. ബോണക്കോയിലെ വേറൊരു അട്രാക്ഷനായിരുന്നു റൂഫഡ് അക്കോമഡേഷൻസ്. അതായത് നമ്മളിപ്പോൾ കൊണ്ടുവന്ന് പോയിട്ടുള്ള ക്യാമ്പിൻസ് അല്ലാതെ അവർ നമുക്ക് അക്കോമഡേഷൻസ് അഫോർഡ് ചെയ്യും. അതായത് നമുക്കിപ്പോൾ ക്യാബിൻസ് ഉണ്ടായിരിക്കും അവിടെ, അല്ലെങ്കിൽ ടെൻറ്റ്, അവർ നമുക്ക് തരുന്ന ടെൻറ്റ് ഉണ്ടായിരിക്കും, യേർഡ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ബോണക്കോ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നമ്മൾ പ്രത്യേകിച്ചൊന്നും വീട്ടിൽ നിന്ന് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അതിൽ ഇൻബിൽഡ് ടേബിൾസ് ആൻഡ് ചെയർസ് ഉണ്ടായിരിക്കും, അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടായിരിക്കും, പിന്നെ ബെഡ്, അഡീഷണൽ ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ടെൻറ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ടെൻറ്റ് കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ബെഡൊക്കെ സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. ഇവിടുത്തെ ഏതാ നൈസായിട്ടുണ്ട്. എല്ലാ ക്യാമ്പ് സൈറ്റിലും ഒരു ഫയർ പിറ്റും പിക്നിക് ടേബിളും ഉണ്ടാവും. ക്യാമ്പ് ഫയർ കത്തിക്കാനുള്ള ഫയർവുഡ് പാർക്കിനുള്ളിൽ നിന്ന് തന്നെയാണ് മേടിക്കുക. പാർക്കിൽ പുറത്തുനിന്നുള്ള വിറക് കൊണ്ടുവരാൻ അവരനുവദിക്കില്ല. കാരണം മരങ്ങൾക്ക് ദോഷം ചെയ്യുന്ന കീടങ്ങളും രോഗങ്ങളും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പകരാതിരിക്കാനാണ് ഈ നിയമം. രാത്രി നല്ല തണുവായിരുന്നു. അടുത്ത ദിവസം മോർണിംഗ് പക്ഷികളുടെ മനോഹരമായ ശബ്ദം കേട്ടാണ് ഞങ്ങൾ എണീറ്റത്. പുറത്തിറങ്ങിയപ്പോൾ തണുത്ത കാറ്റും ഉണ്ടായിരുന്നു. ഇന്ന് മോർണിംഗ് ഞങ്ങൾ എണീറ്റ് പല്ലൊക്കെ തേച്ച് ഫ്രഷായി നിൽക്കുകയാണ്. ഇനി ഇന്നത്തെ പ്ലാൻ, ഇന്ന് കയാക്കിംഗ് ഉണ്ടാവും, ട്രക്കിംഗ് ഉണ്ടാവും. ഇവിടെ അടുത്ത് തൊട്ട് ബീച്ചുണ്ട്, ബീച്ചിൽ പോയിട്ട് നീന്തലുണ്ടാവും. അതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ. പിന്നെ കുറേ ഫുഡ് കഴിക്കും. ഇന്നലെ ഞങ്ങൾ രാത്രി വന്നിട്ട് അന്താക്ഷരിയും കാര്യങ്ങളൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കിട്ടിയ ക്യാമ്പ് സൈറ്റ് വളരെ അടിപൊളി ക്യാമ്പ് സൈറ്റാണ്. ഇവിടെ ഞങ്ങൾക്ക് നിറച്ച് മരങ്ങളും കാടും എന്നാൽ ടെൻ്റൊക്കെ അടിക്കാനുള്ള അടിപൊളി പ്ലേസുമാണ് കിട്ടിയേക്കണത്. ഇതെൻ്റെ സെക്കൻഡ് ക്യാമ്പിംഗ് ആണ്. കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ ക്യാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെവിടെയായിരുന്നു? അത് ടൊറൻറ്റോ കഴിഞ്ഞ് അങ്ങോട്ട് ഏതോ ഒരു ഭാഗത്തായിരുന്നു. പ്രാവശ്യം ഉദയ് വന്നിട്ടുണ്ട് ഓൾറെഡി ബോണക്കോയിൽ 2 years ബാക്ക്. എൻ്റെ ഫസ്റ്റ് ടൈമാണ് ബോണക്കോ. ബോണക്കോ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ലൈക്ക് ഐ സൈഡ്, ഇന്നലെ ഞങ്ങൾ രാത്രി ഒരു 7:30 എത്തിയപ്പോൾ, എന്നിട്ട് ഞങ്ങൾ ക്യാമ്പൊക്കെ അടിച്ചു വന്നപ്പോൾ ഒരു 8 o'clock ആയി. അതിനുശേഷം ബീച്ചിൽ പോകാമെന്ന് ചോദിച്ചപ്പോൾ ബീച്ചിൽ പോകുമ്പോഴേക്കും
ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇന്നലെ എവിടേക്കും പോകാൻ പറ്റിയില്ല. ഇവിടെയായിരുന്നു ഫുള്ള് ഇന്നലെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ. ഇവിടെ 1-2 ഫാമിലീസ് ഞങ്ങളൊപ്പം ഉണ്ട്. സോ ഞങ്ങളെല്ലാവരും ഒന്നിച്ച് കുക്ക് ചെയ്ത് ഭക്ഷണം കഴിച്ച് രാത്രി അന്താക്ഷരിയൊക്കെ കളിച്ച് ഒരു 1:15 ആയപ്പോൾ കിടന്നുറങ്ങി. എന്നിട്ട് ഞങ്ങളിപ്പോൾ രാവിലെ എണീറ്റു. ആൻഡ് ഉദയ് നടന്നു വരുന്നതിൻ്റെ തൊട്ട് ബാക്കിലുള്ളതാണ് ടോയ്ലറ്റ്. അതൊരു പിറ്റ് ടോയ്ലറ്റാണ്. ഓരോ ക്യാമ്പ് സൈറ്റിലും നമുക്ക് കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളുണ്ടാവും. കുക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാവും. ഇതാണ് കുക്ക് ചെയ്യാനുള്ള സാധനം. ഇതിൽ നമ്മൾ വിറക് വെച്ച് തീ കത്തിച്ച് മുകളിൽ ഗ്രില്ല്, ഓർ നമുക്ക് വീട്ടിൽ നിന്ന് ഇങ്ങനത്തെ ഗ്രിൽ മെഷീൻസ് കൊണ്ടുവരാം. ഇത് അവർ കൊണ്ടുവന്ന ചാർക്കോളിൻ്റെ ഗ്രിൽ മെഷീനാണ്. ഇതും അവർ കൊണ്ടുവന്ന ഒരു വേറെ ടൈപ്പ് ഓഫ് ഗ്രില്ലിൻ്റെതാണ്. ഇതിൽ നമ്മൾ ചാർക്കോളൊക്കെ ഇട്ട് നമ്മൾ ഇതിൽ ചെയ്യും. ഇത് ഞങ്ങളുടെ ഗ്രില്ലാണ്, ഞങ്ങൾ മേടിച്ച ഞങ്ങളുടെ ഗ്രില്ലാണ്. ഇതും സെയിം തന്നെ, ചാർക്കോളൊക്കെ ഇട്ട് നമ്മൾ ചെയ്യും. സോ ഇതൊക്കെ മറ്റേ മടക്കാൻ പറ്റുന്ന കസേരകളും. ഇതൊക്കെ ഞങ്ങൾ ഇന്നലെ ചുറ്റൊക്കെ ഇട്ടിരുന്ന് ഞങ്ങൾ ഇന്നലെ പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച് ഇന്നലത്തെ നൈറ്റ് ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. ദാറ്റ് ഈസ് ഞങ്ങളുടെ ഹാമക്ക്. ഇത് ഞങ്ങൾ ഇന്നലെ കെട്ടിയ ഹാമക്കായിരുന്നു. സോ ഇതാണ് ഞങ്ങളുടെ പ്രശാന്ത സുന്ദരമായ ക്യാമ്പ് സൈറ്റ്. ക്യാമ്പ് സൈറ്റിനെ കുറിച്ച് 2 വാക്ക് പറയൂ. ഇന്നലെ തണവ് എങ്ങനെ ഉണ്ടായി രാത്രി? ഇന്നലെ രാത്രി നല്ല തണവായിരുന്നു. നമ്മള് കംഫർട്ടർ പുതയ്ക്കാതെ സാധാരണ കൊണ്ട് പുതച്ചു, കംഫർട്ടർ പുതക്കേണ്ടി വന്നു. ഇന്നലെ നല്ല തണുത്ത് പറിച്ച് കിടന്നുറങ്ങി രാത്രി. നമ്മൾ അത്ര തണവ് നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല. ഞങ്ങൾക്കൊപ്പം ഞങ്ങളുടെ കൂടെ ക്യാമ്പിങ്ങിന് വന്ന ഫാമിലിയുമായി ചേർന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി. ഇവർ 3 പേരായിരുന്നു ഞങ്ങളുടെ ക്യാമ്പിങ്ങിൻ്റെ ലീഡേഴ്സ്. സോ നമ്മൾ ഇനി പോകുന്നത് കയാക്കിങ്ങിലോട്ടാണ്. കയാക്കിങ് മാത്രമല്ല, കയാക്കിങ് ഉണ്ട്, നമ്മൾ ട്രക്കിങ്ങിന് പോകുന്നുണ്ട്, പിന്നെ എന്നിട്ടാ സ്വിമ്മിങ്ങിന് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാത്തിനും കൂടി നമ്മളിപ്പോൾ പോവാണ്. നമുക്ക് സ്വന്തമായിട്ട് കനു ഇല്ലെങ്കിൽ അവിടെ നിന്ന് റെൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കയ്യിൽ കയാക്ക് ഉള്ളത് കൊണ്ട് എപ്പോഴാണ് പോകേണ്ടത്, എത്ര സമയം വെള്ളത്തിൽ ചിലവഴിക്കണം എന്നതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ പ്ലാൻ ചെയ്യായിരുന്നു. ഞങ്ങളുടേത് ഒരു ഇൻഫ്ലേറ്റബിൾ കയാക്കായതിനാൽ ആദ്യം അതിൽ എയർ നിറയ്ക്കണം. പമ്പ് ഉപയോഗിച്ച് കയാക്ക് മുഴുവൻ ഇൻഫ്ലേറ്റ് ചെയ്ത് എല്ലാം ശരിയാണെന്ന് ചെക്ക് ചെയ്തതിന് ശേഷമാണ് വെള്ളത്തിലേക്ക് ഇറക്കിയത്. സോ ഗൈസ്, നമ്മൾ ഇവിടെ കാനോയിങ്ങിന് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബോട്ട്. ഫൈനലി ആ സ്ഥലമാണ് ബോട്ട് റെൻറ്റിന് കൊടുക്കുന്ന സ്ഥലമാണത്. നമുക്ക് ഇത് സ്വന്തമായിട്ടില്ലാത്തവർക്ക് അവിടെ വന്ന് റെൻറ്റിന് മേടിക്കാം. നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളത് ഇറങ്ങി നമ്മളിതാ തുഴഞ്ഞ് അങ്ങോട്ടൊക്കെ പോകാൻ പോകുന്നു. അവർ തുഴയുന്ന പോലെ നമ്മളും തുഴഞ്ഞ് അങ്ങോട്ട് പോകാൻ പോകുന്നു. ആർ യു എക്സൈറ്റഡ്? ഫുൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റായിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ ഇനി തുഴഞ്ഞിട്ട് കാണാം. കയാക്ക് അടുത്ത് ഞങ്ങൾ പോയത് മെസ്സിനോ ലേക്കിലേക്കാണ്. ബോണക്കോ പ്രൊഫഷണൽ പാർക്കിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ തന്നെയാണ് ഈ തടാകവും അതിനോട് ചേർന്ന് കിടക്കുന്ന മെസ്സിനോ റോക്കും. മെസ്സിനോ ലേക്ക് വളരെ മനോഹരമായൊരു വലിയ തടാകമാണ്. ഹലോ, ചുറ്റും കാടുകൾ കൊണ്ട് ചുറ്റപ്പെട്ട ഒരു തടാകം തന്നെയാണ് മെസ്സിനോ ലേക്ക്. ഈ തടാകത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഭാഗമാണ് മെസ്സിനോ റോക്ക്. ഏകദേശം 100 മീറ്റർ ഉയരമുള്ള ഈ വലിയ പാറ വെള്ളത്തിൽ നിന്ന് നേരെ ഉയർന്നു നിൽക്കുന്ന പോലെ തോന്നും. കയാക്ക് ചെയ്ത് പാറയുടെ അടുത്തേക്ക് പോകുമ്പോഴാണ് അതിൻ്റെ വലിപ്പം ശരിക്കും മനസ്സിലാവുന്നത്. മെസ്സിനോ റോക്കിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് അവിടെ കാണുന്ന ഇൻഡിജിനസ് പിക്ടോഗ്രാഫ്സ്. 100 കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇൻഡിജിനസ് ആളുകൾ വരച്ച ഈ ചിത്രങ്ങൾ പാറയുടെ ഭാഗത്ത് ഇപ്പോഴും കാണാം. ഏകദേശം 260-ലും മുകളിൽ ചിത്രങ്ങളാണ് അവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ചരിത്രപരമായ പ്രാധാന്യമുള്ള സ്ഥലം കൂടിയാണ് മെസ്സിനോ റോക്ക്. കയാക്കിംഗ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ അടുത്ത അഡ്വഞ്ചർ ആയിരുന്നു ക്ലിഫ് ടോപ്പ് ട്രയൽ ഹൈക്കിംഗ്. ബോണക്കോ പ്രൊവിൻഷ്യൽ പാർക്കിലെ ഏറ്റവും പ്രശസ്തമായ ഹൈക്കിംഗ് ട്രയൽസിൽ ഒന്നാണ്. ഈ ട്രെയിലിൻ്റെ ലെങ്ത്ത് ഏകദേശം 1.5 കിലോമീറ്റർ ആണ്. ആൻഡ് ഡ്യൂറേഷൻ 1 അവർ ആണ്.
ട്രക്കിങ്ങിൻ്റെ അവസാനം എത്തുമ്പോൾ കിട്ടുന്ന പ്രധാന ഹൈലൈറ്റ് ആണ് മസിനോ റോക്കിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച. മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ മസിനോ ലേക്കിനെയും അതിനിടയിലൂടെ നിൽക്കുന്ന വലിയ പാറകളും കാണാം. കയാക്ക് ചെയ്തപ്പോൾ കണ്ട അതേ സ്ഥലത്തെ ഇങ്ങനെ മുകളിൽ നിന്ന് കാണുമ്പോൾ കിട്ടുന്ന അനുഭവം വ്യത്യസ്തമായിരുന്നു. അപ്പോൾ നമ്മൾ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ സ്വിമ്മിങ്ങിന് വേണ്ടി വന്നേക്കാണ്. ഉദയപ്രസാദ് സ്വിമ്മിങ്ങിൻ്റെ ഗിയേഴ്സ് ഒക്കെ എടുക്കാൻ പോയപ്പോൾ ഞാനിവിടെ പ്രസാദിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ വെയിലൊന്നുമില്ല, പക്ഷേ വെയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തേക്ക് ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം വെള്ളം തണുപ്പായിരിക്കും. സോ വെയിലുള്ളപ്പോഴാണ് വെള്ളത്തേക്ക് ഇറങ്ങാൻ നല്ലത്. വെയിലിങ്ങനെ പതുക്കെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുക. സമയം ഇപ്പോൾ വൈകിട്ട് 5 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ വെയിലിൻ്റെ ശക്തി കുറഞ്ഞു വരാം. വെയിലിൻ്റെ ശക്തി കുറഞ്ഞു വരുന്നതനുസരിച്ച് വെള്ളത്തിൻ്റെ തണുപ്പ് കൂടിക്കൂടി വരും. ഇവിടെ നല്ല മഴക്കാരുണ്ട്, കണ്ടോ? അപ്പോൾ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും ചാൻസ് ഉണ്ട്. ഞങ്ങൾ മഴ പെയ്യില്ല എന്ന ശുഭാപ്തി വിശ്വാസത്തിൽ നടക്കുകയാണ്. അപ്പോൾ ഇന്ന് ഡേ 2 ക്യാമ്പിങ്ങിൽ ഞങ്ങളിപ്പോൾ സ്വിമ്മിങ്ങും ട്രക്കിങ്ങും തുഴയലൊക്കെ കഴിഞ്ഞ് വന്ന് ഇപ്പം ഞങ്ങളിത് ഫുഡ് ഉണ്ടാക്കാനായിട്ടുള്ള പോവലാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മഴ പെയ്യുകയാണെങ്കിൽ വേഗം കിടന്നുറങ്ങും. മഴ പെയ്തില്ലെങ്കിൽ ഇന്നിവിടെ പ്രാണി. ഹലോ ഗായ്സ്, ദിസ് ഈസ് അവർ 3rd ഡേ. ഞങ്ങൾ ഇപ്പം എണീറ്റുള്ളൂ. ഇപ്പം സമയം രാവിലെ 9:30. ഞങ്ങളിപ്പോൾ എണീറ്റ് ഞങ്ങൾ പല്ലേക്കാൻ ഇവിടെ വാട്ടർ ഉണ്ട്. ഞങ്ങൾ പല്ലും ഫ്രഷ് പല്ലേക്കാനും ഫ്രഷ് ആവാനും പോവാണ്. സോ അപ്പം ഞങ്ങൾ ഫ്രഷായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഫുഡ് കഴിച്ച് ഞങ്ങൾക്ക് ഇന്ന് 2 മണിക്ക് ചെക്കൗട്ട് ചെയ്യണം, 2 PM. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ച് ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. ക്യാമ്പിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് പറയാം. അടിപൊളി. തുഷാരേച്ചി, ക്യാമ്പിംഗ് നല്ലായിരുന്നു. അത്രേ ഉള്ളൂ. നമ്മള് അടിപൊളിയായിരുന്നു. ഫുഡും നൈറ്റ് ഉറക്കവും. എന്റെ എക്സ്പീരിയൻസ് ഇവിടെ ഈ ബോണക്കോ പ്രൊവിൻഷ്യൽ പാർക്കിൽ വന്നിട്ട് അടിപൊളിയായിരുന്നു. കിഡ്സിനായാലും കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. ഞങ്ങള് കയാക്കിങ്ങും കെനും ഒക്കെ ചെയ്തു. അടിപൊളിയായിരുന്നു. നല്ല നാച്ചുറൽ ബ്യൂട്ടി ആയിരുന്നു കാണാൻ. സൂപ്പർ അടിപൊളി. കുട്ടൂസിനെ പറഞ്ഞേ, ക്യാമ്പിംഗ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഗുഡ് ആയിരുന്നു. എന്ത് ഇഷ്ടപ്പെട്ട, ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ ക്യാമ്പിങ്ങില്? ഇഷ്ടപ്പെടാഞ്ഞത് ഏവാ? ഹൈക്കിങ് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ വേറെ ഏതാ ഇഷ്ടപ്പെടാഞ്ഞ? കൊതു കുത്തുന്നത് ഇഷ്ടപ്പെട്ടില്ല. വളരെ നല്ലതായിരുന്നു. ഏമിക്കോ? വെരി ഗുഡ് ആയിരുന്നു. കൊതു കടിച്ചത് മുട്ടിന്റെ കാലിന്റെ അവിടെയൊക്കെ നല്ല കൊതു കിട്ടിയിട്ടുണ്ട്. ഇവൾക്കോ? ഏമിക്ക് ഇഷ്ടപ്പെടാത്തത് ഏതാ? അയ്യോ, തിരിച്ചു കിട്ടി പോണതാ. ഇഷ്ടപ്പെട്ടത് ഏതാ ഇവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്? ഹൈക്കിങ് പോയത് ഇഷ്ടപ്പെട്ടു. ഏമിക്കോ? ബീച്ചിൽ പോയത്. തുഴയണതോ? കന്നു തുഴഞ്ഞതോ? ഇത് ഗൈസ് ഇവിടുത്തെ തന്നെ ഒരു ഏരിയ ആണ്. വേറെ ക്യാമ്പ് സൈറ്റ് ഒക്കെ ഉള്ള ഏരിയ ആണ്. നടക്കാം. ഒരു 115 ഞങ്ങൾ നിന്ന ക്യാമ്പ് സൈറ്റ്, നമ്മളിവിടുത്തെ ക്യാമ്പ് സൈറ്റുകളൊക്കെ നമ്പർ തിരിച്ചിട്ടുള്ള ക്യാമ്പ് സൈറ്റുകളാണ്. ഞങ്ങൾ നിന്നത് 400 സീരീസിലാണ് ഞങ്ങൾ നിന്നത്. ഇത് 100 സീരീസ് ക്യാമ്പ് സൈറ്റാണ്. ഇവിടെ ഒരുപാട് ബീച്ചും പിന്നെ അതാണ് ഇവിടുത്തെ ബീച്ച്. പിന്നെ ഒരുപാട് പൈൻ ട്രീസും വലിയ ഹൈറ്റുള്ള പൈൻ ട്രീസൊക്കെ ഈ ബീച്ചിലുണ്ട്. എൻ്റെ ക്യാമറ തരും. അടിപൊളിയാണ് അവിടെ നിന്നിട്ട്.
അപ്പോൾ നമ്മൾ 3 ദിവസത്തെ ക്യാമ്പിങ്ങിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. കാറിൻ്റെ ബാക്കിലൊക്കെ ഫുൾ സാധനങ്ങളാണ് ക്യാമ്പിങ്ങിൻ്റെ. ഇനി വീട്ടിൽ പോയിട്ട് അതൊക്കെ ഒതുക്കി വയ്ക്കണം. ക്യാമ്പിങ്ങിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ പറയൂ ജയപ്രസാദ്. സമാധാനമുള്ള നമ്മൾ തിരിച്ച് പോണ വഴിയാണ്, തിരിച്ച് പോണ റോഡ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി പുതിയ ക്യാമ്പിംഗ് ഇല്ല, അടുത്ത സീസണിലെ ക്യാമ്പിംഗ്, പുതിയ വിശേഷങ്ങളായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ബൈ പറഞ്ഞേ. ബൈ. ശക്തിമാൻ അല്ല, സൂപ്പർമാനും ഹാരി പോട്ടറും.